എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഏറ്റവും വർഗീയത കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ്. കാരണം അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവർ തമ്മിലടിയല്ല. നേരെ കുറച്ച് കോൺഗ്രസിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ കിടക്കി പൊരുത്തൻ മറ്റവൻ നോക്കട്ടെ, അവൻ നായരായതുകൊണ്ടാണ്, ഇവൻ ചോരായതുകൊണ്ടാണ്, മറ്റവൻ മാപ്പിളയായതുകൊണ്ടാണ്, ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് വലിയ സിദ്ധാന്തം പറഞ്ഞ ആൾക്കാരെ കണ്ടില്ല. മനസ്സിലായി. സ്റ്റേജിൽ കയറിയത് പിന്നെ കംപ്ലീറ്റ് മതനിരപേക്ഷതയും സെക്യുലറിസവും തേങ്ങ മാങ്ങയൊക്കെ പറയുന്നവരാണ്. പക്ഷെ പുറത്തൊക്കെ ഇട്ടാൻ പറഞ്ഞു മറ്റവനാണ് അതിന്റെ ആളാ കള്ള കാക്ക, ഇവരൊന്ന് കുടിക്കാൻ വിശ്വസിക്കുന്നത് എന്താ നമ്മളോട് പറയും. മനസ്സിലായി. ഇതാണ് ഉള്ളിലിരിപ്പ്. പക്ഷെ ലീഗുകാർക്ക് അങ്ങനെയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ RSSകാരാണ്. അതിൽ ഹിന്ദുക്കൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് മറ്റ് സമുദായക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യമുണ്ട്. RSSനെയും ലീഗിനെയും ഒരു വണ്ടിയിൽ കെട്ടാൻ പറ്റില്ല. അതല്ല പറഞ്ഞത്. അവർക്ക് അന്യ സമുദായങ്ങളുടെ ആ രീതിയിൽ ഇതിന്റെ അകത്തുള്ള കുത്തിത്തിരിപ്പില്ല, അസഹിഷ്ണുതയില്ല. അവർക്ക് എതിർപ്പുണ്ട്. തീർച്ചയായിട്ടും RSSകാർക്ക് ലീഗിനോട് മാത്രമല്ല മുസ്ലിങ്ങളോട് പൊതുവിലും ആ രീതിയിലുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ചിന്താഗതി ഇല്ല. അല്ല അതുപോലെ തന്നെ പക്ഷേ നമ്മുടെ ഈ സോക്കോൾഡ് സെക്കുലറായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആദ്യം അത്യാന്തം വർഗീയമാണ്, വർഗീയവും ജാതീയവുമാണ്. നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ കള്ളന്മാരല്ല, അവർ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തേക്ക് വരാനാണ്. മറ്റവർക്ക് ആ പ്രശ്നമില്ലോ. ഇപ്പൊ ലീഗിന്റെ അകത്ത് വേറെ പ്രശ്നം വരാം. ഇപ്പൊ സുന്നി മുജാഹിദ് പോലുള്ള ഇപ്പൊ ഇത്തവണ ഒരു മദ്രസഭ രൂപീകരിച്ചപ്പോ അതിന്റെ നായ വന്നിട്ട് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി മാത്രം സുന്നിയായിട്ടുള്ളൂ, ബാക്കി എല്ലാം മുജാഹിദാണ് പറയുന്നത്. PK ബഷീർ സാഹിബ് മുജാഹിദാണ്, KM ഷാജി മുജാഹിദ്, അര മുജാഹിദാന്നായിരിക്കും, ഫുൾ മുജാഹിദ് അല്ല, ഒരു അര മുജാഹിദാണെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മുടെ ഷംസുദ്ദീൻ എന്താ അല്ല ഗഫൂർ സാഹിബ് എനിക്ക് തോന്നുന്നു സുന്നിയാന്ന് എനിക്ക് തോന്നുന്നു. സുന്നിയ അല്ല ഇവർക്കിടയിലും ഇത്തരത്തിലുള്ള ജാതീയത, അതേ മുസ്ലിങ്ങൾ, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഞങ്ങൾക്കിടയിൽ ഉണ്ട് ഈ സുന്നി, അതുപോലെ എന്താ ഷിയ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ഇല്ല, എല്ലാം വെളിയിലാണ്. ഈ സുന്നി മുജാഹിദ് പ്രശ്നം ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ആരംഭിക്കുന്നു അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നം. സാർ അതിനെയൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സമൂഹത്തിലും ഏത് സമുദായത്തിലും ഉണ്ടാവും. ഈ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം പോലെ അതില് മുജാഹിദുകാരൊരു പരിഷ്കരണ പ്രസ്ഥാനക്കാരായിട്ട് വന്നവരാണ്. പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്കൊന്നും അത് പുരോഗമനപരമാണ്. പക്ഷേ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സുന്നികളാണ് കുറച്ചുകൂടി നന്മയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും. അവരുടെ ആശയങ്ങളിൽ ഈ പറഞ്ഞ പോലെ കലർപ്പ് ഉണ്ടായിട്ട്, ഞാൻ ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ദൈവശാസ്ത്രപരമായ വംശം മാറ്റിയെടുത്തിട്ട് പ്രായോഗിക വശം, ഇസ്ലാം മതം ആവിർഭവിക്കുന്ന അറേബ്യയിലുള്ളൂ, 6-ാം നൂറ്റാണ്ടിലാണ്. അത് 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകും. തീർച്ചയായിട്ടും. ഇപ്പോൾ അറേബ്യയിലുള്ള അതേ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന അതേ വിശ്വാസമല്ല ഇന്തോനേഷ്യയിലും മലേഷ്യയിലുള്ള മുസ്ലിങ്ങൾ. ഒരു സംശയം അവിടെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഖുർആൻ അന്നും ഇന്നും ഒന്ന് തന്നെ, മാറ്റം വന്നിട്ടില്ല. മതവിശ്വാസം ഖുർആൻ അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരൻ സംസ്കാരം തീർച്ചയായിട്ടും വ്യത്യസ്തരാണ്. പിന്നെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും വ്യത്യാസം, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വ്യത്യാസമാണ്. അതുകൊണ്ടല്ലേ പാകിസ്ഥാൻ 25 കൊല്ലം നിൽക്കാഞ്ഞത്. അതുകൊണ്ട് മാത്രം ആളുകളെ പിടിച്ചെടുത്താൻ പറ്റില്ല. കാരണം ബംഗാളിയുടെ സംസ്കാരമല്ല പഞ്ചാബിയുടെയും സിന്ധിയുടെയും. അപ്പൊ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്ത്യയിലും അതുപോലെ ഉണ്ട്. മലയാളിയുടെ സംസ്കാരമല്ലോ കേരളത്തിലെ മുസ്ലിമും കാശ്മീരിലെ മുസ്ലിമും തമ്മിൽ വ്യത്യാസം വരും. തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ രീതിയിലെ വ്യത്യാസം വരും. ഞാൻ പറയാം വരും. അപ്പൊ സുന്നികളുടെ വിശ്വാസത്തിൽ ഇതുപോലെ പ്രാദേശികമായ ഒരുപാട് അംശങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. മുജാഹിദുകാർ പറയുന്നത് ഈ വക സാധനങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തൂത്ത് മാറ്റിയിട്ട് നമ്മൾ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ചിന്താഗതി. താത്വികമായിട്ട് പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ പ്രായോഗികമായിട്ട് പറയുമ്പോൾ ഇവർ പറഞ്ഞാൽ ശരി. ഇപ്പൊ പോസിബിൾ അല്ല, അത് സാധ്യമല്ല.